വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് 65 വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു. കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി. കോൺടാക്ട് 04884232 കേരളത്തിന്റെ വികേന്ദ്രീയ ആസൂത്രണവും വികസന മാതൃകകളും നേരിട്ടറിയാൻ ഇതര സംസ്ഥാന യുവജന സംഘം പാഞ്ഞാളിലെത്തി. സി കേരള നൗ കേരള പദ്ധതിയുടെ ഭാഗമായി കേരളം സന്ദർശിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമസഭയിൽ പങ്കെടുത്തത്. പാഞ്ഞാളിന്റെ വികസന സ്വപ്നങ്ങൾ ചർച്ച ചെയ്ത ഗ്രാമസഭയ്ക്ക് ഇത്തവണ ദേശീയ ശ്രദ്ധ. 2026-2027 വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഗ്രാമീണ വായനശാല ഹാളിൽ നടന്ന ഗ്രാമസഭ കാണാനാണ് കേരളത്തിന് പുറത്തുള്ള 32 സംസ്ഥാനങ്ങളിൽ നിന്നായി 40ഓളം യുവ പ്രതിനിധികൾ എത്തിയത്. അപ്രതീക്ഷിതമായി എത്തിയ അതിഥികളെ കണ്ട ഗ്രാമസഭയിൽ പങ്കെടുത്ത 100 കണക്കിന് സ്ത്രീകളും പുരുഷന്മാരും ആശ്ചര്യഭരിതരായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കോതനത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് രജിത മനോജ്, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KM അഷറഫ്, മറ്റ് ഭരണസമിതി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. അതിഥികളെ പ്രസിഡന്റും സംഘവും സ്വീകരിച്ച് ഹാളിലേക്ക് ആനയിച്ചു. കേരളത്തിന്റെ തനതായ ഭരണരീതിയും ഗ്രാമീണ വികസനവും സാംസ്കാരിക പൈതൃകവും അടുത്തറിയാനായി സംഘടിപ്പിച്ച സി കേരള നൗ കേരള യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ഈ സന്ദർശനം. ആ രേഖപ്പെടുത്തിയ ആവശ്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് അവർക്ക് ഒന്ന് കണ്ടു പഠിക്കുക എന്നുള്ളതാണ് അവരുടെ വരവിന്റെ ഒരു ഉദ്ദേശം. അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് എത്തിയ അതിഥികളാണ് അവര്. അതിനകത്ത് ഈ യോഗത്തിനകത്ത് ഹരിതകർമ്മസേനയുടെ ആളുകളുണ്ട്, നമ്മുടെ പഞ്ചായത്തിന്റെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്, നമ്മുടെ നാട്ടുകാരായ ആളുകളുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഗ്രാമസഭയുടെ ഒരു ലക്ഷ്യം ഞാൻ ഈ പറഞ്ഞതാണ്. അവ്യക്തമാവരുത് എന്നുള്ളതുകൊണ്ടാണ് അതൊരു ആമുഖം എന്ന നിലയ്ക്ക് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. അപ്പൊ ഇവര് ഒരു ഇൻട്രൊഡക്ഷൻ അവർക്ക് ഇത് കഴിഞ്ഞാൽ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് കൈല എന്ന് പറയുന്ന നമ്മുടെ ഗ്രൂപ്പാണ്. യങ് ലീഡർഷിപ്പ് അക്കാദമി അല്ലെ, യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി. അപ്പൊ അവരുടെ നേതൃത്വത്തിലാണ് ഈ സംഘം ഇന്ന് ട്രാവൽ ചെയ്യുന്നത്. 3 മണിയോട് കൂടി ഇവർ അടുത്ത പഞ്ചായത്തിലേക്ക് ഇവർ കലാമണ്ഡലത്തിൽ നിന്നാണ് പങ്കെടുത്തിരിക്കുന്നത്. അപ്പൊ ഗ്രാമസഭയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ സംഘം പഞ്ചായത്തിലെ വിവിധ വികസന പദ്ധതികളും നേരിൽ കണ്ട് മനസ്സിലാക്കി. ഫെബ്രുവരി 28 വരെ നീളുന്ന സന്ദർശന പരിപാടിയുടെ ഭാഗമായാണ് സംഘം പാഞ്ഞാളിലെത്തിയത്.